മുണ്ടത്തിക്കോട് സ്ഫോടനത്തിൽ പരിക്കേറ്റ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇതുവരെ 13 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. 2 പേർ വെന്റിലേറ്ററിലാണ്, 10 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ലഭിച്ച മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങളിൽ DNA പരിശോധന നടത്തും. സ്ഥലത്ത് കെടാവർ നായകളെ എത്തിച്ച് പരിശോധന നടത്തുന്നുണ്ട്. 30 മുതൽ 40ഓളം ആളുകൾ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നതെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചു. സ്ഫോടനം നടന്നിടത്ത് ജോലി ചെയ്തിരുന്നവർക്കായി 40 ഊണുകളായിരുന്നു പറഞ്ഞിരുന്നത്. അതിനാൽ അത്രയും തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത്. അതനുസരിച്ചും അന്വേഷിച്ചെത്തുന്നവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചും പരിശോധന തുടരുകയാണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ സംഘത്തെയും എത്തിച്ചിട്ടുണ്ടെന്നും പരിശോധനയും അന്വേഷണവും നല്ല രീതിയിൽ തന്നെ തുടരുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. കെടാവർ നായകളുടെ പരിശോധനയിൽ പൊട്ടാതെ കിടക്കുന്ന വെടിക്കോപ്പുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇവ കണ്ടെത്തി ഫയർഫോഴ്സ് നിർവീര്യമാക്കുന്ന നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. സമീപത്തെ പാടത്തുനിന്ന് 2 മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. നിലവിൽ 5 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. 3 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 11 ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു. DNA ടെസ്റ്റിന് ആവശ്യമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഉന്നതതല സംഘവും സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങളിലേക്ക് നടക്കും. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് പുറമെ കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ICUവിൽ 10 പേരാണ് ഉള്ളത്. പൊട്ടിത്തെറിയിൽ സമീപത്തെ നിരവധി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം അട്ടിമറി ഇല്ല എന്ന് തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പാറമേക്കാവ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ചടങ്ങ് മാത്രമായി നടത്താനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. എന്നാൽ ജനവികാരം മാനിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWOC മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ.